നിന്നാണ് കള്ളം പറയല്ല. വല്ലവന്റെ കണ്ടിട്ട് എന്നെ ഇവിടെ ഇട്ട് പ്രാന്തടിപ്പിച്ചുകൊണ്ടിരുന്ന നിന്നെ ഞാൻ ഇവിടെ വരുമ്പോ കൊല്ലും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുത്തന്നെ തിരിഞ്ഞ് നോക്കരുത് രേഷ്മ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിന്റെ കൂടെ ഒരുത്തൻ ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നണം. രാത്രികാലങ്ങളിൽ വിളിച്ചില്ല, കാട്ടിന്റെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ട് അവ അടിക്കും. വെളുക്കാറാകുമ്പോഴാണ് അവള് ഇച്ചിരി വന്ന് കിടക്കുന്നത്. കിടന്നിച്ചിരി കഴിയുമ്പോ വീണ്ടും മൊബൈലിൽ കോള് വരും. എന്റെ കൊച്ചിനെ ഒരുപിടി ആഹാരം തിന്നാൻ സമ്മതിക്കൂല അവൻ. ഇത് തന്നെ അവൻ നിരന്തരം പറഞ്ഞു. നമസ്കാരം. കഴിഞ്ഞ മാസം 26-ാം തീയതിയാണ് വർക്കലയിലുള്ള രേഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. തികച്ചും ആത്മഹത്യയാണ് എന്ന് തോന്നുന്ന ആ ഒരു മരണത്തിൽ ഇപ്പോൾ നിരവധി സംശയങ്ങളാണ് രേഷ്മയുടെ കുടുംബം ഉന്നയിക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ ഇതിന് പിന്നിൽ ആത്മഹത്യയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരണകാരണമുണ്ടോ എന്നതിൽ സംശയമുണ്ട്. കാരണം പോലീസിന്റെ അന്വേഷണം അതിൽ തൃപ്തിയല്ല എന്നുള്ള ഒരു ആരോപണം തന്നെയാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത്. എന്താണ് ആ ഒരു സംശയത്തിലേക്ക് എത്തിയത് എന്നതിനെ കുറിച്ചൊക്കെ കുടുംബം തന്നെ നമ്മളോട് പ്രതികരിക്കുകയാണ്. അമ്മ, രേഷ്മയുടെ മരണം അത് സ്വാഭാവികമായിട്ടുള്ള ഒരു മരണമല്ല എന്ന് തോന്നാൻ കാരണം അല്ല അവൻ വന്ന് എന്റെ മോക്ക് കണ്ണമ്പ നട, അവളെ ഇളയ കൊച്ചിന് കണ്ണമ്പയുടെ കൈകൊട്ടി കളി ഉണ്ടായിരുന്നു. അവിടെ പോവാനാ എന്റെ മോള് ഇവിടെ നിന്ന് വരുന്നത്, ജോലി സ്ഥലത്തുനിന്ന് വരുന്നത്. അവള് 2-ാം തീയതി വരുന്നു. 3-ാം തീയതി പോയി സാധനങ്ങളൊക്കെ മേടിച്ച് കൊച്ചിനെ കൊണ്ടുപോയി കളിപ്പിച്ച് 4-ാം തീയതി കൊണ്ടുപോയി കളി കഴിഞ്ഞ് വന്ന് 4-ാം തീയതി അവള് 3-ാം തീയതി തന്നെ അവള് പോയി കളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് അവൻ വന്ന് വിളിച്ചോണ്ട് പോവുകയാണ്. അവളെ ഭർത്താവ് വന്ന് വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞ് ഇതേപോലെ. അപ്പൊ എന്റെ മോള് പറഞ്ഞ് ഞാൻ വരുന്നില്ല, നീ രാവിലെ ഞാൻ വന്ന് ചോറ് വെച്ച് തരാം എന്ന് പറഞ്ഞു. അവന്റെ വീട്ടിൽ ആരും ചോറ് വെച്ച് കൊടുക്കാൻ ഇല്ലെന്നും പറഞ്ഞോണ്ടാ വിളിച്ചോണ്ട് പോണത്. അപ്പൊ ഞാൻ പറഞ്ഞ്, മോള് പറഞ്ഞ് അമ്മ അവിടെ ആരും ഇല്ലെന്ന് പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു രാത്രി നീ പോണ്ട, പകലുള്ള നേരത്ത് നീ പൊയ്ക്കോ. അപ്പൊ ഈ 6-7 വർഷം പിണങ്ങി ഇരുന്നിട്ടാണ് ഇപ്പൊ ഒരു 1-1.5 വർഷം ആവത്തുള്ളൂ വീണ്ടും ഒന്നിച്ചിട്ട്. അപ്പൊ ഇവക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരിച്ചിരി പൈസ കിട്ടി. 1,60,60,000 രൂപ അവളെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അത് കണ്ടും കൊണ്ടാണ് ഇവ വീണ്ടും അടുത്തിരിക്കുന്നത്. അപ്പം ആദ്യം 40,000 രൂപ കിട്ടിയത് എന്റെ മോള് അടിസ്ഥാനം കെട്ടാൻ കെട്ടിയിട്ട് ബാക്കി പൈസ ഇങ്ങനെ വന്നിരിക്കുന്നു. അപ്പൊ ഇവന്റെ നിരന്തര ശല്യം കാരണം അവർക്ക് ഇവിടെ എന്നും നടന്ന് ജോലി ചെയ്യാൻ വയ്യ. അതുകൊണ്ട് ഇവള് അവിടെ ജോലി സ്ഥലത്ത് പോയി അവിടെ നിന്നാണ് ജോലി ചെയ്യുന്നത്. മാസം തോറും എന്റെ കൊച്ചു ഭാര്യയും ചിലപ്പോൾ അല്ലെങ്കിൽ വരാൻ പറ്റൂലെങ്കിൽ പൈസ അയച്ചു തരും കൊച്ചുങ്ങൾക്ക് ചെലവിന്. അവന് പൈസ അയച്ചു കൊടുക്കും. അവന് പൈസ അയച്ചു കൊടുക്കുന്നത് എങ്ങനെ, അവന്റെ പെങ്ങൾ അക്കൗണ്ടിലാണ് ഇട്ട് കൊടുക്കുന്നത്. അവളാണ് എടുത്തു കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ഞാൻ പല രീതിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ മോള് ഇപ്പൊ അവന്റെ കൂടെ പോയ പിറവ് ഞങ്ങളടുത്ത് യാതൊരു ഒരു കാര്യവും പറയാറില്ല. എന്നിട്ട് ഞാൻ എന്റെ മോളടുത്ത് പറഞ്ഞടി, ഇത്രയും നാള് പിണങ്ങി ഇരുന്ന് നീ കൊച്ചുങ്ങളെ ഇത്ര കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ഇനി എന്തിനു വേണ്ടി അവൻ കൊടുത്തെന്നുള്ള ഇത് പഴി കേൾക്കാൻ നീ പോണ്. അപ്പൊ അവള് പറഞ്ഞാണ് എൻ്റെ അടുത്ത്, അമ്മ എത്രയായാലും എൻ്റെ മക്കളെ അച്ഛനല്ലേ, അപ്പൊ അവൻ നല്ലതാവുമെങ്കിൽ ഞാൻ പോയി ജീവിക്കാമ്മ എന്നും പറഞ്ഞുകൊണ്ടാണ് എൻ്റെ മോള് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണത്. അങ്ങനെ പോയി ആ നടയിലെ ഉത്സവമൊക്കെ കൈകൊട്ടിക്കളി എല്ലാം കഴിഞ്ഞ് കൊച്ചുങ്ങളെ ഇവിടെ വന്ന് വിളിച്ചു കൊണ്ടുപോയി. കൊച്ചുങ്ങളാരും ഇളയവള് മാത്രമേ ഉള്ളൂ. അവള് മൂത്തവള് ഇവിടെ ശിവഗിരി അവിടെ നിന്ന് പഠിക്കുകയായിരുന്നു. അവൾക്ക് കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട്, പിക്സിന്റെ അസുഖമുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പഠിക്കണത്. അന്ന് കളി കഴിഞ്ഞ് വന്ന് പകല് എൻ്റെ ആ കൊച്ചിനെ ഒരുക്കി എല്ലാം അവിടെ കൊണ്ടാക്കി. പിന്നെ വൈകിട്ട് ഇവിടെ വന്നപ്പോഴാണ് ഇവൻ വന്ന് വിളിച്ചോണ്ട് പോണത്. വിളിച്ചോണ്ട് പോയി. അപ്പൊ ഇളയ കൊച്ചു പറഞ്ഞ, അമ്മ ഞാനും കൂടെ വരുന്നെന്നും പറഞ്ഞ് കരഞ്ഞില്ല. റോഡ് വരെ പോയപ്പോ അവൻ പറഞ്ഞു കൊച്ചിനെ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞ് കൊച്ചു കൂടെ വരട്ടെ, അതിന് നിനക്കെന്ത്, കൊച്ചു കൂടെ വരട്ടെ. അങ്ങനെ കൂടെ കൊണ്ടുപോയി. പിറ്റേന്നായപ്പോ ഈ സംഭവം നടക്കുന്നതിന്റെ അന്ന് പകല് 10-11 മണിയപ്പോ ഈ പൊടി കൊച്ചിനെ ഇനി ഉണ്ടാക്കി. അപ്പൊ ഞാൻ നിന്നോണ്ട് പറഞ്ഞു എന്റെ അമ്മ വന്നില്ലേ. അപ്പൊ ഇവള് രാവിലെ ഇവിടെ നിന്ന് അന്ന് പോവേം വരെയും ചെയ്യണേ. ഇവിടെ നിന്ന് പോവേണമെങ്കിൽ കൊച്ചുങ്ങളെ കൊണ്ട് പോവേണമെങ്കിൽ 10-11 മണിയാകുമ്പോ തിരിച്ചു വരും ഇവിടെ. അങ്ങനെ ഞാൻ ചോദിച്ചു, മോള് പിന്നെ നിന്റെ അമ്മ എന്ത് ചെയ്യടി? അപ്പൊ പറഞ്ഞു അത് അമ്മ വന്നില്ല അമ്മാമ്മ, പിന്നെ അച്ഛന് ചോറ് വയ്ക്കാൻ അവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് അമ്മ അവിടെ നിൽക്കുന്നു. അപ്പൊ നിന്നെവിടെ ആരും ഉണ്ടാക്കി? അത് അച്ഛൻ കൊണ്ടാക്കി. അപ്പൊ അച്ഛൻ കൊണ്ടാക്കിയിട്ട് എന്തിനു പറഞ്ഞു? അത് അച്ഛൻ ഇപ്പൊ മലക്കറി മേടിക്കാൻ, അവിടത്തേക്ക് മലക്കറി മേടിക്കാൻ പോയിരിക്കും, തിരിച്ചു വരുമ്പോ എന്നെ കൂടെ വിളിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞു. കൊച്ച് ആ നേരം തൊട്ടേ വിളിക്കുകയാണ്, എന്നെ വന്ന് വിളിച്ചോണ്ട് പോമാന്ന് പറഞ്ഞോണ്ട് വിളിക്കുന്നു. അപ്പോഴൊക്കെ അവള് മൊബൈൽ എടുത്തെന്നാ തോന്നുന്നു. അന്നത്തെ ദിവസം ഞാൻ എൻ്റെ മോളോട് സംസാരിച്ചില്ല. അങ്ങനെ അവള് എടുത്ത് മൊബൈല് ഇളയ മോളെടുത്ത് പറഞ്ഞ്, അമ്മ ഇപ്പൊ വരാൻ മോളെ, ഒരുങ്ങി നില്ല്, എവിടെ കൊണ്ടുപോകാനാ, ഡ്രസ്സ് എന്തര വാങ്ങിക്കാനാണെന്ന് പറഞ്ഞു. അവള് കൊച്ചു പോയി കുളിച്ച് കഴുകി ഇവിടെ വന്നു
ചോറ് തിന്നോളെ വേണ്ട, ഞാൻ അമ്മ വിളിച്ച് അമ്മേരെ കൂടെ പോയി ചോറ് തിന്നാന്ന് പറഞ്ഞ്. അങ്ങനെ വീണ്ടും രണ്ടാമത്തെ തത്തിയും വിളിക്കുമ്പോഴ് എവളാണോ സംസാരിക്കുന്നത് അവനാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വീണ്ടും നാലാമത്തെ തത്തി വിളിച്ചപ്പോഴത്തേക്കും അവളാണോ ഇവനാണോ സംസാരിക്കുന്നതെന്ന് മൊബൈലിൽ അറിഞ്ഞൂടാ, കൊച്ചിന് മാത്രമേ അറിയാവുള്ളൂ. അപ്പൊ അച്ഛൻ്റെ കൂടെ അച്ഛൻ വന്ന് എന്നെ വിളിച്ചോണ്ട് വരുമല്ലേ, വിളിച്ചോണ്ട് വരുമല്ലോ. അപ്പൊ ആരാണ് സംസാരിക്കുന്നത്? അങ്ങനെ അന്ന് സന്ധ്യയായി വന്ന് ഒരു 7-8 മണിയാകുമ്പോഴാണ് ഈ സംഭവം നമ്മൾ അറിയുന്നത്. അത് ഞങ്ങൾ അറിയുന്നതും അവരെ അറിയിക്കുന്നില്ല, ആരും അറിയിക്കുന്നില്ല. ഈ ലോകം മൊത്തം അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവളെ ഒരു കൂട്ടുകാരി പെണ്ണും ആശുപത്രിയിൽ പോയി നിന്നിട്ടാണ് ഞങ്ങളെ വിളിച്ചറിയിക്കുന്നത്. അപ്പൊ അവള് വിളിച്ചറിയിക്കുമ്പോ എൻ്റെ കൊച്ചുമോൻ വന്നു കാര്യം പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അറിഞ്ഞ് പെട്ടെന്ന് അവിടെ പോവേണം. അപ്പൊ അവന്റെ ആൾക്കാരെല്ലാം ഉണ്ട്, ഈ 3 പെൺപിള്ളേരും അവിടെ ഉണ്ട്. അപ്പൊ പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നപ്പോ അവിടുത്തെ സെക്യൂരിറ്റിക്കാർ പറഞ്ഞു എൻ്റെ മൂത്ത മോള് ഞാനും ആവുന്നണക്ക് കരഞ്ഞു പറഞ്ഞു എൻ്റെ കൊച്ചുങ്ങനെ കാണീരെന്ന് പറഞ്ഞിട്ട് അവർ കാണിച്ചില്ല. അവർ പറഞ്ഞ് അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ രാത്രിയായി കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ ഡോക്ടർമാരില്ല, അവളെ പാരിപ്പള്ളി കൊണ്ടുപോവേണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മോള് ജോലിക്ക് വേണം, മൂത്ത മോള് ജോലിക്ക് വേണം വീട്ടിൽ. ആ കൊച്ചു പറഞ്ഞ് ഇവളടുത്ത് പറഞ്ഞ് എൻ്റെ മൂത്ത മോളടുത്ത് പറഞ്ഞ് അങ്ങ് വീട്ടിലേക്ക് അമ്മച്ചിനെ അങ്ങ് വീട്ടിൽ പറഞ്ഞു വിട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ പോണില്ലടി, എന്നെ കൊച്ചിനെ കാണാതെ എങ്ങനെ പോണം എന്ന് പറഞ്ഞിട്ട് പോലും അവള് പറഞ്ഞു അമ്മ പോ, നമ്മളിവിടെ എല്ലാവരും ഞാനും ചേച്ചിയുണ്ട്, ഇപ്പൊ എൻ്റെ അണ്ണനും വരുമല്ലേ ചേട്ടനും വരുമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് എന്നെ ഇഞ്ഞ് പറഞ്ഞു വിട്ടു. ഞാൻ ഇവിടെ വന്ന് കയറുന്ന മുമ്പായിട്ട് ഇവിടെ എല്ലാം അങ്ങ് ആള് കൂടും. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാരും ഇങ്ങനെ വരുന്ന എന്ത്? അത് അമ്മ ഇങ്ങനെ രേഷ്മ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞേക്കൊണ്ട് നമ്മൾ വന്നേണ്, അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് അപ്പുറത്തെ വീട്ടിൽ ഞാൻ എന്നെ പിടിച്ചിരുത്തിയിരിക്കണം. അപ്പൊ എല്ലാരും ഇവിടെ വന്നു. അപ്പൊ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മോളും ഇവിടെ വന്നിട്ട് മോനെ പിടിച്ച് കിടന്ന് കരയും, നിന്റെ കുഞ്ഞ് പോയിടാന്ന് പറഞ്ഞ് കിടന്ന് കരയുന്നു. അപ്പോഴാണ് ഞാനും അറിയുന്നത്. ഞങ്ങളെ കാണിച്ചതേ ഇല്ല അന്നത്തെ ദിവസം. പിറ്റേന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എൻ്റെ കൊച്ചിനെ കൊണ്ടുവരുമ്പോ ഇവിടെ താടിയുടെ ഇവിടെയൊക്കെ തയ്യലുണ്ട്. പക്ഷെ അവിടെ അഴിച്ചിട്ട ആൾക്കാർ പറഞ്ഞ് അവൾക്ക് ഇവിടെ മുറിവുണ്ട്, അടിയുടെ പാടൊക്കെ ഒരുപാടുണ്ടെന്ന്. അവള് മുട്ടും കുത്തിയാണ് ഇരുന്നേന്ന് പറയുന്നത്. അവള് തൂങ്ങുമെങ്കിൽ അവള് നല്ല നീളമുള്ളവളാണ്, അവള് തൂങ്ങുമെങ്കിൽ അവള് മുട്ടും കുത്തി എന്തിന് നിക്കണം എന്നൊക്കെ പല അഭിപ്രായം പല ആൾക്കാരും പറയുന്നു. ഞങ്ങൾ പോയി കണ്ടില്ലേ സത്യാവസ്ഥ എന്തെന്ന് വെച്ചാൽ ഈ സത്യം എനിക്ക് അറിയണം. എൻ്റെ കൊച്ചിന് ഇത്രയും കാലം ചെയ്യാത്ത എന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നീ ഇത്രയും കഷ്ടപ്പെട്ട് കിടക്കുന്ന നീ അവൻ കാണിക്കുന്ന ഭ്രാന്ത് കണ്ട് നീ കൊച്ചുങ്ങളെ കളഞ്ഞിട്ടൊന്നും ചെയ്യല്ലേ ഇല്ല, അവന് വേണ്ടി ഞാൻ ചാവൂലമ്മ എന്ന് പോലെ പറഞ്ഞ എൻ്റെ മോളാണ്. അപ്പൊ അന്ന് പോയി എന്തിനിത് ചെയ്തെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അത് ഈ വർക്കല പോലീസുകാർ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല അത് മാത്രം എനിക്ക് സംശയം ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അതില് പ്രധാനമായിട്ടും പറയുന്നത് അവന്റെ പേരില് അവന്റെ മക്കളെ അല്ല, അന്നോട്ടേ ഉള്ളതാണ്. ഈ മൂത്ത മോളെ പ്രസവിക്കുന്ന മുമ്പേ ഉള്ള ഇതാണ്. അവന്റെ കൊച്ചുങ്ങളല്ല എന്നാണ് അവനും പറയുന്നത്, അവന്റെ ആൾക്കാരും പറയുന്നത്. കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവൻ വന്ന് പറയുന്നത് അതെന്റെ കൊച്ചു തന്നെ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അപ്പൊ ഇനി നിന്നെ ഞാൻ കളയില്ല, മറ്റതാണ് മറിച്ചതാണ്. പക്ഷെ ഈ പൈസ ഇവളെ കയ്യിൽ വന്നല്ലോ, അപ്പൊ അതുകൊണ്ട് ഇവനൊരു ഉദ്ദേശമുണ്ട്. ആ പൈസക്ക് അവൻ എൻ്റെ മോളെ കൊണ്ട് ആ ജോലി സ്ഥലത്ത് നിൽക്കവേ തന്നെ എൻ്റെ മോളെ കൊണ്ട് അവന്റെ അച്ഛന്റെ പേരിൽ വണ്ടി എടുത്ത്, എൻ്റെ മോക്ക് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് അവന്റെ അച്ഛന്റെ പേരിൽ ലൈസൻസ് ആ പൈസ എടുത്ത് അവൻ വണ്ടി എടുത്തു കൊടുത്ത്, അവന് മൊബൈൽ മേടിച്ചു കൊടുത്ത്. ഇപ്പൊ ആ ചാനലുകാർ വന്നപ്പോ തന്നെ അന്ന് ആ ബാങ്കിൽ നിന്ന് ആള് വന്നിവിടെ കഴിഞ്ഞ മാസം വരെയുള്ള പൈസ മൊബൈലിന്റെയും വണ്ടിയുടെ എന്തരാണോ എന്തോ പൈസ പോയിട്ടുണ്ട് അക്കൗണ്ടിൽ നിന്ന്, അവളെ അക്കൗണ്ടിൽ നിന്ന്. അപ്പൊ ഈ മാസം ആയപ്പോഴത്തേക്ക് അവളെ മൊബൈലിലേക്ക് വിളിക്കുന്നു. അല്ലെങ്കിൽ ഈ മരണം നടന്ന് പോലീസർ അവിടെ പോവേ എന്തോ ആയിക്കോട്ടെ, എൻ്റെ മോള് മരിച്ചതിന്റെ 3ന്റെ അവളെ മൂത്ത സഹോദരിയാണ്, അവന്റെ മൂത്ത സഹോദരിയാണ് ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മോളെ മൊബൈല് തരുന്നത്. അപ്പൊ ഈ പോലീസുകാർ എന്തരെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു, ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോ അവര് മൊബൈല് മേടിച്ച് പരിശോധിക്കണ്ടേ? ഇതൊന്നും ചെയ്യാതെ അവളാണ് 3 ഇവിടെ കൊണ്ടുവരുന്നത്. അങ്ങനെ മരണമൊക്കെ കഴിഞ്ഞ് 3-ന് 4-ന് എൻ്റെ മൂത്ത മോളെടുത്ത് മൊബൈലെടുത്ത് നോക്കി കുറെയൊക്കെ അവരടിച്ചു കളഞ്ഞു. നോക്കി വന്നപ്പോഴത്തേക്ക് ഇവ ഇങ്ങനെ പറയുന്ന അത്രയും റെക്കോർഡല്ലേ അതിൽ കിടക്കുന്ന എൻ്റെ മോളെ മൊബൈൽ. അതാണ് നമുക്ക് തെളിവ്.
ഇത്ര മാത്രമേ ഉള്ളൂ. സംശയരായിട്ട് അവന് പണ്ടേ നമുക്ക് സംശയമാണ്. അവൻ കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞാ നടക്കുന്നത്. ഉപദ്രവിക്കുമായിരുന്നു. പലവട്ടം എന്റെ കൊച്ചിനെ ഇട്ട് ഉപദ്രവിക്കും. ഈ കൊച്ചിന്റെ വയറ്റോടാ അവൻ പറയുന്ന ഇതാണ്, വേറെ ആർക്കോ കുട്ടികളെ ഉണ്ടാക്കിയിട്ട് അവന്റെ ജീവിതം തകർത്ത് അവന്റെ ഭാവി നശിപ്പിച്ച് അതുകൊണ്ട് ഇവളെ ജീവിക്കാൻ സമ്മതിക്കില്ല. കഴിഞ്ഞ വർഷം വരെ ഇല്ല കണ്ണമ്പ നടയിൽ ഉത്സവമായിരുന്നു കുംഭഭരണിക്ക്. എന്റെ കൊച്ചുങ്ങളെ ഒരുക്കി അവൾ അന്നദാനം തിന്നാൻ പോയി അവൾ അവിടെ ഇട്ട് അടിച്ച് ഓർമ്മ എടുത്തി നാട്ടുകാരുടെ അടുത്തിട്ട് ആശുപത്രി പോയി കൊണ്ടുവന്നു. അന്ന് അവൻ പിച്ചാത്തി കുപ്പിയും കൊണ്ട് നടന്നവളെ കുത്തായി. അന്ന് അയാൾക്ക് എന്താ അവന് ഈ ടച്ചിങ്ങിന്റെ ജോലിയാണ്. അവൻ ഇവക്ക് 10 പൈസയും കൊടുത്തിട്ടില്ല. എവളെ എന്നാണ് അവൻ മേടിച്ച് തിന്നോണ്ടിരുന്നത്. കൊള്ളാം, എത്രയോ പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണെന്നോ, ഇവ അവളെ കൂടെ പോയിട്ട് ആ പരാതി പോലീസുകാർ ഒത്തുതീർപ്പാക്കിയിട്ട് അവളെ കൂടെ ഇവ ഇഞ്ഞി വരും. ഞങ്ങൾ വീട്ടിൽ കയറ്റൂല. 6-7 വർഷം കൊണ്ട് ഇവനെ ഞങ്ങളെ വീട്ടിൽ കയറ്റത്തില്ല. അതുകൊണ്ട് എന്റെ മോള് അവ ആ റോഡിൽ വരും. റോഡിൽ വരുമ്പോഴേ എന്റെ മോള് ഓടി അങ്ങ് പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ വീട്ടിൽ കയറി ഒരു വഴക്കുണ്ടാക്കണ്ടില്ലെന്ന് പറഞ്ഞ് ഈ കൊച്ചുങ്ങളെയും പിടിച്ചിരുത്തി പാതിരാത്രി 12 മണിക്ക് ശേഷം വന്നിരുന്നു. എന്നിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നിരന്തരം പറയുന്നതാണ് നീ കൊള്ളൂലത്തവളാണ്, നീ അങ്ങനത്തവള് ഇങ്ങനത്തവള്. അപ്പൊ അവളും പറഞ്ഞിട്ടുണ്ടാണ് ഞാൻ കൊള്ളൂല. അപ്പൊ പിന്നെ നീ എന്തിനു വരുന്നു, എനിക്ക് നിന്നെ വേണ്ട. ഇല്ല, ഇനി ഞാൻ നിന്നെ കളയത്തില്ല. നീ എന്റെ ജീവിതം തകർത്തു. അപ്പൊ നിനക്ക് ആരുമായിട്ടാ ഇതുണ്ട് എന്നും പറഞ്ഞ ഇവൻ നിരന്തരം എന്റെ കൊച്ചിനെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ട് മൊബൈലിൽ അവള് എത്രയെങ്കിലും നേരം സംസാരിച്ച് ചെവി ചൂടായി പഴുക്കുമ്പോ അവള് മൊബൈൽ കട്ട് ചെയ്ത് ഇച്ചിരി സ്വിച്ച് ഓഫ് ആക്കുമെങ്കിൽ അപ്പോഴവൻ ഇവിടെ വരും. അപ്പൊ എന്റെ മോള് ഓടി റോട്ടിൽ പോവും. രാത്രി കാലങ്ങളിൽ വിളിച്ചില്ല, കാട്ടിന്റെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ട് അവ അടിക്കും. വെളുക്കാറാകുമ്പോഴാണ് അവള് ഇച്ചിരി വന്ന് കിടന്നിച്ചിരി കഴിയുമ്പോ വീണ്ടും മൊബൈലിൽ കോള് വരും. എന്റെ കൊച്ചിനെ ഒരുപിടി ആഹാരം തിന്നാൻ സമ്മതിക്കൂല അവൻ. ഇത് തന്നെ അവൻ നിരന്തരം പറഞ്ഞു. അവന്റെ ജീവിതം തകർത്തുകൊണ്ട് അവൻ കൊല്ലും എന്ന് തന്നെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോലീസുകാർ പറയുന്നത് എന്തെന്ന് വെച്ചിരുന്ന, ഞങ്ങൾ അവിടെ പരാതി കൊടുത്തിട്ടില്ലെന്ന്. ഇത്രയും ഇതുണ്ടായിട്ട് ഈ റെക്കോർഡ് അവർക്കുണ്ടായിട്ട് ഇവരെന്തുകൊണ്ട് ഇത് തിരക്കുന്നില്ല? അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ട് നോക്കാന്നാണ് അവര് പറയുന്നത്. പക്ഷെ അവര് ഞങ്ങൾ എന്ന് ചോദിക്കുമ്പോ അവര് പറയുന്ന 2, 3, 4 മാസം പിടിക്കുമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ. അപ്പൊ ഞങ്ങൾ എന്തിനു ചെയ്യണം? ആരെടുത്ത് ചോദിക്കണം? അവൾ എന്തിനു വേണ്ടി ഇത് ഇത്രയും കാലം ചെയ്യാത്തവൾ എന്തിനു വേണ്ടി ഇത് പോയി ചെയ്ത്? എന്റെ കുറ്റമാണെങ്കിൽ എന്റെ മോള് എന്റെ വീട്ടിൽ നിന്ന് പോയി ചെയ്തതാണ്. അപ്പൊ ഈ വർക്കല പോലീസ് എന്തുകൊണ്ട് എന്റെ വീട്ടിൽ അത് മൊഴിയെടുക്കാത്തത്? ഞങ്ങളെ കയ്യിൽ തെറ്റാണെങ്കിൽ എന്തുകൊണ്ട്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോക്കാർക്ക് കൊടുത്തത്. ഈ പോലീസുകാർ എന്നെ എന്തൊരു ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല. അതുകൊണ്ട് ഈ സത്യം എനിക്ക് അറിയണം. എന്റെ മോൾ ഇത്രയും കാലം ചെയ്യാത്തത് എന്തിനാ അവന്റെ വീട്ടിൽ പോയി ചെയ്ത്? അവൻ ചെയ്തോ അല്ലെങ്കിൽ അവർക്ക് ഇച്ചിരി പൈസ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ പൈസയുടെ പ്രശ്നം വെച്ച് ഇവരെന്തെങ്കിലും വാക്കുകൾക്കുണ്ടായി എന്റെ കൊച്ചിനെ എന്തെങ്കിലും അവൻ ചെയ്തതായിരിക്കാം. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിന്റെ സത്യം എനിക്ക് അറിയണം. എന്താ ഒരു മൊഴി മാറ്റി കൊടുത്തു എന്ന് പറയാം. മൊഴി മാറ്റി കൊടുത്ത എന്റെ മോള് പറഞ്ഞ മൊഴി അന്ന് അപ്പോഴത്തെ ഒരു ഭ്രാന്തി ഉണ്ട്. പക്ഷെ എന്നാലും എന്റെ മോള് കൊടുത്ത മൊഴി എന്തരെന്ന് വെച്ചിരുന്ന, അവൻ ഞങ്ങളെ വീട്ടിൽ വന്ന് നിരന്തര ശല്യമാണ്. അപ്പൊ എന്റെ മോള് അങ്ങോട്ട് പോയി അവന്റെ ശല്യം ഒതുവാക്കാൻ ആ റോഡിൽ പോയി എടുക്കുക. അവൻ നിരന്തരം അന്നൊട്ടേ ഞങ്ങൾക്ക് ഇവൻ കൂടിയ കാലം തൊട്ടേ പ്രശ്നക്കാരനാണ്. അപ്പൊ അവ എന്തെങ്കിലും എന്റെ അനിയത്തിനെ ചെയ്തതായിരിക്കാം എന്നാണ് എന്റെ മൂത്ത മോള് പറഞ്ഞു കൊടുക്കുന്ന മൊഴി. ഇവരെഴുതി വെക്കുന്ന മൊഴി എന്തരാണ്? ഇവിടെ വന്ന് അവൾ ഇവിടെ വന്ന് ജോലി സ്ഥലത്ത് നിന്ന് ഇവിടെ വന്ന് ഞാനും എൻ്റെ മൂത്ത മോളും കൂടെ അവളെ എന്തോ ശല്യപ്പെടുത്തി അതിന്റെ മനോവിഷമം കൊണ്ട് അവളെ ഭർത്താവിന്റെ വീട്ടിൽ പോയി തൂങ്ങിയെന്നാണ് പോലീസുകാർ എഴുതി വെച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ട് എടുത്തോണ്ട് കൂട്. അപ്പൊ അവര് വെച്ചിരിക്കുന്ന മൊഴി ഇതാണ്. അപ്പൊ ഞാൻ ചെന്ന് ചോദിക്കുന്നു പോലീസുകാരുടെ അടുത്ത്. ഞാൻ 2 വട്ടം പോയി എന്റെ കൊച്ചിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്. അല്ലാതെ ഞാൻ ഈ പൈസ പ്രശ്നം വെച്ചും കൊണ്ട് ഈ വണ്ടിയിലത് അവന്റെ അനിയന് മേടിച്ചു കൊടുത്ത പൈസ 3000 രൂപ, അവന്റെ അനിയത്തിക്ക് മേടിച്ചു കൊടുത്ത 6000 രൂപ, അതിനും ഈ വണ്ടിയിലെയും മൊബൈലിന്റെ പ്രശ്നം പറഞ്ഞ് വീണ്ടും ഞാൻ ഈ മാസം 8-ാം തീയതി കൊണ്ട് ഒരു പരാതി കൊടുക്കുന്നു. അപ്പൊ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവരെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നിമിഷം വരെ അതിന് പോലും അവര് വിളിച്ചിട്ടില്ല എന്നെ. അപ്പൊ എന്റെ മെമ്പറും കൂടെ 8-ാം തീയതി വന്നിട്ട് പറഞ്ഞ് ചേച്ചി, അവള് പറഞ്ഞ് ചേച്ചി, അപ്പൊ SI കൊടുത്തപ്പോ SI പറഞ്ഞ് ഒരു പോലീസുകാരൻ്റെ കൊടുത്തിട്ട് പറഞ്ഞ് അത് പിന്നെ ഇതേപോലെ ഈ പരാതി വായിച്ചിട്ട് ഈ ആളിനെ വിളിപ്പീരെന്ന് പറഞ്ഞിട്ട് SI അത്യാവശ്യമായിട്ട് ഇങ്ങോട്ടാ പോയി ഒരു പോലീസിന്റെ കൊടുത്ത, അങ്ങനെ പേരെന്ന് എനിക്ക് അറിഞ്ഞു, കൊടുത്തിട്ട് പറഞ്ഞ് ഇത് നോക്കാന്ന് പറഞ്ഞിട്ട് പോയി.
ആ പോലീസുകാർ കുറെ നേരം അവിടെയൊക്കെ ഫോൺ വിളിച്ച് നടന്നിട്ട് എന്നെ വിളിക്കുന്നില്ല. അങ്ങനെ അവിടെ ഇരുന്നപ്പോഴത്തേക്കാണ് ഈ മൊഴി മാറ്റി കൊടുത്തെന്നും പറഞ്ഞ് ഞങ്ങൾ നോക്കാനായിട്ട് ഇവിടുത്തെ മെമ്പറെ വിളിച്ചോണ്ട് ഞാൻ പോവേണ്. അപ്പോഴും അന്ന് അവിടെ ചെന്നപ്പോൾ അന്ന് ഈ മൊഴി എഴുതിയ സാറില്ല. അപ്പൊ വേറൊരു സാറ് വന്നിട്ട് ഞങ്ങളോട് കുറെ ചൂടാവക്കം, ഞങ്ങൾ മൊഴി മാറ്റി എഴുതിയെന്ന് ആര് പറഞ്ഞു? നിങ്ങളല്ലല്ലേ മൊഴി തന്നത്, നിങ്ങളെ മോളല്ലേ മൊഴി തന്നത്. ആ പെണ്ണിനെയും വിളിച്ച് മൊഴി എഴുതി തന്ന ഒപ്പിട്ട് മേടിച്ച പേപ്പറും കൊണ്ട് തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല നിങ്ങൾ മൊഴി എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് വേറൊരു പോലീസ് ഭയങ്കര ചൂടാവക്ക. അതെന്ത് ഞങ്ങൾ കുടുംബവും കുട്ടികളായിട്ട് ജീവിക്കുന്നതിന് നിങ്ങൾ പറഞ്ഞ മൊഴിയല്ലേ ഞങ്ങൾ എഴുതി, ഞങ്ങൾ എന്തോ കൈക്കൂലി മേടിച്ചിട്ട് ഇങ്ങനെ പറയണമെന്നും പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് അങ്ങനെയൊന്നും പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ മെമ്പറും പറഞ്ഞു സാറ് ഇങ്ങനെ ചൂടാവേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാനും പറഞ്ഞു ഇങ്ങനെ ചൂടായി സംസാരിക്കുന്നതിന് നിങ്ങൾ ഈ മൊഴി തന്ന പേപ്പർ എടുത്ത് നോക്ക്. എന്റെ മോൾ അങ്ങനെയല്ല മൊഴി തന്നത്. അപ്പൊ അവര് നിർബന്ധമായിട്ട് അവര് പറയണം നിങ്ങൾ തന്ന മൊഴി തന്നെയാണ് ഞങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അവള് കരഞ്ഞും വിളിച്ചും പറയുന്നു അമ്മ ഞാൻ ഇങ്ങനെ അല്ല അമ്മ മൊഴി കൊടുത്ത്, എന്റെ അനിയത്തി ഇപ്പം ഇവിടെ അങ്ങനെ പോയി, ഞങ്ങൾക്ക് ഇവിടെ എന്ത് പ്രശ്നം നടന്ന് അവള് സന്തോഷമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോയാണ്. അവന് ചോറില്ലെന്ന് പറഞ്ഞ് ചോറും കറിയും എടുത്ത് ആ പൊടി കൊച്ചിനെ വിളിച്ചോണ്ട് പോയവള് ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്തൊരു കാരണം? എനിക്ക് ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. ഈ പോലീസ് അവിടെ പോയി അന്വേഷിക്കാത്ത എന്ത്? അല്ലെങ്കിൽ ഇവിടെ വന്ന് എന്റെ വീട്ടിൽ അന്വേഷിക്കാത്ത എന്ത്? അവളെ മൊബൈൽ മേടിച്ച് പരിശോധിക്കാത്ത എന്ത്? അവന്റെ പെങ്ങളാണ് ഞങ്ങൾക്ക് അവള് മരിച്ചതിന്റെ 3ന്റെ ഈ മൊബൈൽ ഞങ്ങളെ കൊണ്ട് തരുന്നത്. ഈ പോലീസ് ഇതൊക്കെ വാങ്ങിച്ച് പരിശോധിക്കാത്ത കാര്യം എന്ത്? രേഷ്മ മരിച്ചപ്പം തൂങ്ങി മരിച്ചതാണെന്നാണല്ലോ പറയുന്നത്. എങ്ങനെയാണ് ഇത് കാണുന്നത് ആരാ? അതാ പറയുന്നേ, അത് പോലീസാ തിരക്കാനുള്ളത്. അവര് ഇത് കാണുന്നത് ആരാണ്, ഇത് ചെന്ന് വിളിച്ചറിയിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ മോളെ, അവര് ഞങ്ങളെ അറിയിച്ചിട്ടില്ല. അവൾ ഇവിടുന്ന് അവന്റെ സഹോദരി, അപ്പൊ ആ കൂട്ടുകാരി പെണ്ണ് പറഞ്ഞതാണ് അവന്റെ സഹോദരി ഇവിടുന്ന് കയറി പോണം. അപ്പൊ ആ പെണ്ണ് ചോദിച്ചു എവിടെ പോണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഞാൻ കടയിൽ പോണെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ ഈ പെണ്ണിനെ വിളിച്ചിട്ട് ആ പെണ്ണ് പറഞ്ഞെന്ന് അത് രേഷ്മ തൂങ്ങിയെന്ന് കൊച്ചോൻ വിളിച്ചു പറയുന്നു. ഈ രാജേന്ദ്രൻ എന്ന് പറയുന്നവനെ കൊച്ചോൻ എന്നാണ് വിളിക്കുന്നത്. കൊച്ചോൻ വിളിച്ച് പറയുന്നു അങ്ങനെ ഞാൻ അങ്ങോട്ട് പോണടി എന്ന് പറഞ്ഞാണ് അവന്റെ സഹോദരി പോണത്. പോയപ്പോഴത്തേക്ക് അവരും അല്ല അഴിച്ചിട്ടേന്നാണ് പറയുന്നത്. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആരോ അഴിച്ചു കിടത്തി, ആരോ വന്ന് അഴിച്ചു കിടത്തിയപ്പോൾ ഉയരുണ്ടായിരുന്നു. ഇവര് ആട്ടോ വിളിച്ചോണ്ട് ഇരുന്ന് ആട്ടോ വരാൻ താമസിച്ച് കൊണ്ട് കിടത്തിക്കൊണ്ടിരുന്നു. അപ്പൊ കാണാം ആട്ടോയെ കയറ്റി ഇവിടെ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവിടെ ഗേറ്റടവ്, അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെയും ഗേറ്റടവ്. അപ്പൊ ആള് മരിച്ചെന്നാ പറയുന്നത്. ഇത് ആട്ടോയിൽ ആര് കൊണ്ടുപോയി അല്ലെങ്കിൽ ഇത് ആരഴിച്ചിറക്കിയെന്നും ഉള്ള സത്യം നമുക്കറിയണം. അത് പോലീസ് അന്വേഷിച്ചിട്ടില്ല. ഇല്ല, അവര് തിരക്കിയിട്ടേ ഇല്ല. അവര് ഈ ബോഡി കൊണ്ടുപോയി പാരിപ്പള്ളി വെച്ചിട്ട് അവിടെ നിന്ന് ഇത് എഴുതി മേടിച്ച് ഫോട്ടോ എടുത്തിട്ട് അവരെഴുതി മേടിച്ചിട്ട് വന്നിട്ട് അവിടത്തെ വീട്ടിൽ പോയി അവള് തൂങ്ങിയ റൂം പൂട്ടിയിട്ട് പറഞ്ഞെന്ന്. അത് ഞങ്ങൾ അറിയുന്നതല്ലല്ലോ, അറിയുന്നവര് പറഞ്ഞെന്ന് ആ റൂം പൂട്ടിയിട്ട് പറഞ്ഞെന്ന്, ഈ റൂമിൽ മാത്രം ആരും കയറരുതെന്ന് പറഞ്ഞു പോയെന്ന്. അവിടെ പോയി ഒരു അന്വേഷണവും അവര് നടത്തിയിട്ട് ഇവിടെ വന്ന് ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഇത്ര കാര്യമുള്ളൂ. കഴിഞ്ഞ മാസം വരെ ആ പോലീസ് സ്റ്റേഷനിൽ എന്റെ മോള് പരാതി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞതിന്റെ അങ്ങേ മാസം ഒരു ഓണം അടുപ്പിച്ച കണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി ആ വണ്ടി അവള് തിരിച്ചു ചോദിക്കുമെന്നും പറഞ്ഞ് നിന്റെ വണ്ടി ഞാൻ കത്തിച്ചു കളയുമെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞ് ഇവളങ്ങനെ പോലീസിനെ വിളിച്ച് പോലീസുകാർ വന്ന് അവനെ പിടിച്ചോണ്ട് പോയതാണ് ഇവിടുന്ന്. അപ്പോഴും തന്നെ അവള് വൈകുന്നേരം പിറ്റേന്ന് അവള് പോയി ഇറക്കിക്കൊണ്ട് വന്നു. എന്നിട്ടും ആ പുതിയ വണ്ടി കണ്ണമ്പ എവിടെ കൊണ്ടിട്ട് ഇടിച്ച് അവൻ പിന്നെ അതിന് ഇത് പോറല്ല ചതവ ഉണ്ടാക്കി അവള് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി എത്ര രൂപ കൊടുത്തു അത് ശരിയാക്കി വീണ്ടും ഇറക്കി കൊടുത്തു. അവന് പ്രശ്നം എന്തിനാണ്? അവള് എന്തോ ആയിക്കോട്ടെ, പക്ഷെ അവൾ അടുത്ത് വേണോം താനും എന്നാ വേണ്ടേ താനും അവന് മുതലും വേണം, അവളെ മുതലും വേണം. ഈ 1,60,000 രൂപ അവക്ക് കിട്ടിയതെല്ലാം അവന് വേണ്ടിയാണ് ചെലവാക്കിയിരിക്കുന്നത്. ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല, ഞങ്ങളടുത്ത് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അവളെ കൂട്ടുകാരി അവളോടെ ജോലിക്ക് പോണ പെണ്ണാണ് പറയുന്നത്. മുനിസിപ്പാലിറ്റി തെളിവുണ്ട്, അവളെ അക്കൗണ്ടിലേക്ക് പിന്നെ 1,60,000 രൂപ വന്നിട്ടുണ്ട്. വീട് വെക്കാനുള്ള പൈസയാണ്, 2ാം ഗഡു പൈസയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ ഞാൻ എന്റെ മോളോടെ ചോദിച്ചിട്ട് നിനക്ക് വീട് വെക്കാനുള്ള പൈസ വന്നിട്ടില്ലേ? അപ്പൊ അവള് പറയാണ് ഇല്ലമ്മ വന്നില്ല. അപ്പൊ നീ വണ്ടി എടുത്ത് നിന്റെ ഭർത്താവിന് കൊടുത്തല്ലേ കറങ്ങ. അപ്പൊ അവള് പറഞ്ഞാണ് അമ്മ ആ പൈസ എടുത്ത് ഞാൻ ഒന്നും ചെയ്യത്തില്ല, പൈസ വന്നില്ല, അത് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന പൈസ മാസം തോറും പിന്നെ എന്തരാണ് TC ഇട്ട് അടച്ചാണ് ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വണ്ടി എടുത്തു കൊടുത്തത്. അപ്പൊ ഭീഷണിയേ ഉള്ളു, ഭീഷണി മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ നാട്ടുകാരെന്ന് പറയുന്നത് അവര് ഇങ്ങനെ കണ്ടോണ്ട് നിൽക്കുന്ന കാര്യം പോലും അവര് രസിക്കുന്നതല്ല, നമുക്ക് വേണ്ടി ഒന്നും പറയത്തില്ല. പിന്നെ ഈ ഇപ്പുറത്തെ വീട്ടിലെ കൊച്ച് രണ്ട് മീഡിയക്കാരടുത്ത് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അവരാ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. എന്താന്ന് വെച്ചാൽ നമ്മളായിട്ട് ഇന്നുകൊണ്ട് അവർക്കൊരു ഇതോ അതുകൊണ്ട്
അവർ കണ്ടുകൊണ്ട് നിൽക്കുന്ന കാര്യം പോലും അവനവന് വരുമ്പോ അവനവന്റെ വേദനയല്ലേ മനസ്സിലാവും. അവർക്ക് വരുമ്പോഴല്ലേ അതിന്റെ വേദന രേഷ്മ മനസ്സിലാവും. എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉപദ്രവിച്ചതായിട്ട്? കൊള്ളാം മോളെ, നമ്മളെ മുമ്പിട്ടല്ലേ. അവള് ഇവിടുന്ന് പോണില്ലല്ലോ. ഇവ ഇങ്ങനെ നിർബന്ധിച്ച് വിളിക്കുമ്പോ മാത്രം അവള് ഒരു ദിവസമോ 2 ദിവസമോ അവന്റെ വീട്ടിൽ പോകും. അല്ലാതെ കണ്ട് അവള് എന്റെ കൊച്ചുങ്ങളെ കൊണ്ട് പോവാൻ ഞാൻ വിടൂല. എന്താന്ന് വെച്ചാൽ അവ എന്തെങ്കിലും ചെയ്തോളാം. ഇവിടെ ഇരുന്നിട്ട് തന്നെ അവൻ വിളിച്ചോണ്ട് പോയില്ല, കാട്ടിന്റെ ഇടയിലൊക്കെ രാത്രി കൊണ്ടിട്ട് അടിക്കും. ചെവിക്കല്ലുകളൊക്കെ എന്റെ ഇളയ മോളടുത്ത് ചോദിച്ചാൽ അറിയാം. അവളെ ഇളയ കൊച്ചിന്റെ അടുത്ത് ചെവിക്കല്ലുകളൊക്കെയാണ് അടിച്ചു കൊടുക്കുന്നത്. ഒരിക്കൽ എവിടെ ഏതാ നടയിൽ അവര് കുടുംബത്തോടെ നടയിൽ പോയി. എവിടെയാണ്? ഇവിടെ പളനി പോയി. ആ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിട്ട് ആ മെറ്റിലെടുത്ത് എന്റെ കൊച്ചിന്റെ ഇവിടെ ഇടിച്ചു കൊടുത്ത്. ആ മൂത്തവള്, അവന്റെ സഹോദരി മൂത്തവൾ ആ ആശുപത്രി കൊണ്ടുപോയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് എന്റെ മോൾ എന്റെ കൂടെ പറഞ്ഞില്ല. അന്ന് നമ്മൾ ഇവിടെ അല്ല താമസിക്കുന്നത്, ഈ പുറമ്പോക്കിൽ താമസിക്കും. എന്റെ മൂത്ത മോള് പറഞ്ഞില്ല. ഈ പൊടി കൊച്ചാണ് എന്റെ അടുത്ത് ഒരു ദിവസം പറയുന്ന, അമ്മച്ചീനെ റെയിൽവേ സ്റ്റേഷനിൽ ഇട്ട് കല്ലെടുത്ത് വെച്ച് ഇടിച്ച് മുറിച്ച് അപ്പച്ചി ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയിട്ടാണ് കൊണ്ടുവന്നത്. അന്ന് തൊട്ട് എന്റെ മോക്ക് ജോലിക്ക് ചുമടെടുക്കാൻ പോകാൻ പറ്റത്തില്ല, തലയൊന്നും എടുത്ത് വയ്ക്കും. അതുകൊണ്ടാണ് അവള് വീട്ടു ജോലിക്ക് പോയി തുടങ്ങി. ഈ കൊച്ചുങ്ങളെ വളർത്തണ്ടേ മോളെ. അതുകൊണ്ട് എന്റെ കൊച്ചിങ്ങനെ പറന്ന് കിടന്ന് ജോലി ചെയ്ത് ഒരു തുള്ളി വെള്ളം പോലെ അവള് സമാധാനത്തിൽ കുടിച്ചിട്ടില്ല എന്റെ കൊച്ച്. ആ കൊച്ചെന്തിനിങ്ങനെ ചെയ്യണം? അവൾ അന്നൊന്നും ചെയ്യാത്ത, അന്ന് പോയി എന്തിനു ചെയ്ത് എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാ മതി.